ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 34-ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതീവ ദുഃഖത്തിലൂടെ പോകുന്ന നിമിഷങ്ങളിലും അതിയായ സന്തോഷത്തിലൂടെ പോകുന്ന നിമിഷങ്ങളിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ വൈകാരികമായി മാത്രമേ മാറുകയുള്ളൂ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജീവിതത്തിൽ വൈകാരികമായ നിമിഷങ്ങളിൽ, വേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ അതിനെയൊക്കെ സമചിത്തതയോടെ കണ്ട് തീരുമാനമെടുത്ത തൊഴിലാളികളുടെ മധ്യസ്ഥനും സർവോപരി ഈശോയുടെ വളർത്തുപിതാവുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ചാണ്. ആദ്യമായി തന്നെ എല്ലാ തൊഴിലാളികളെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അധ്വാനിച്ചാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പിയൂണ് മുതൽ ഭരണചക്രം തിരിക്കുന്നവർ വരെ അവരുടെയൊക്കെ ജോലിക്ക് മഹത്വമുണ്ട്. ഒന്നിനെയും വേർതിരിച്ച് കാണുവാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു സൈക്കിൾ ചെയിനാണ്. എവിടെയെങ്കിലും ഒരു കണ്ണി വിട്ടുപോയാൽ അവിടെ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും സേവനവും സഹകരണവും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന ഓരോ തൊഴിലിനും മഹത്വമുണ്ട്. ഈ നിമിഷം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ജോലി മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ കേൾക്കുന്ന വ്യക്തികൾ അവർ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും അവരെ അനുഗ്രഹിക്കണമേ. ഒരുപക്ഷെ വീട്ടമ്മമാരുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടുള്ളവർ, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ദൈവമേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ. ഒരു വലിയ ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു സംതൃപ്തി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവമേ നിറയ്ക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നമ്മുടെയൊക്കെ ജീവിതം തിരക്കേറിയതാണ്. ഈ തിരക്കേറിയ ജീവിതത്തെ ശാന്തതയോടെ നേരിടുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു ചോദ്യചിഹ്നമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രശ്നങ്ങളുണ്ടോ, അതിനെല്ലാം പരിഹാരമുണ്ട്. ആ പരിഹാരം കാണണമെങ്കിൽ അല്പം സാവകാശം വേണം. ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ ഉണർത്തണം. അങ്ങനെ അതിന് പരിഹാരം ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ കണ്ടെത്തണം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലാം. എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ യൗസേപ്പ് പിതാവ് നേരിട്ടത്? ആശാരിപ്പണി ചെയ്ത് ഉപജീവന മാർഗം നേടിയ വ്യക്തി. പക്ഷേ ആ അധ്വാനത്തിൻ്റെ നിമിഷങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും എപ്പോഴും ദൈവാശ്രയത്വമുണ്ടായിരുന്നു. ദൈവം നൽകിയ ആ വലിയ കൃപകളെ ഓർത്ത് എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമായിരുന്നു. നമുക്കറിയാം, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ വിവാഹബന്ധം വേണ്ട എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും മനോവേദന നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുകയല്ലേ? അങ്ങനെ വരുന്ന അവസരത്തിൽ ആ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മനോവേദന അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. സ്നേഹമുള്ളവരെ, ഇതുപോലുള്ള ഒരു അവസരത്തിലൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവ് കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നു ശാന്തമായി ജീവിതത്തെ നേരിടുവാനായിട്ട് ശ്രമിച്ചു. അതിനെ തരണം ചെയ്തു. അങ്ങനെ തരണം ചെയ്തു വരുന്ന നിമിഷങ്ങളിൽ അടുത്ത വലിയൊരു പ്രയാസം, ഈജിപ്തിലേക്ക് പലായനം ചെയ്യണമെന്ന് ദൂതൻ ആവശ്യപ്പെടുന്നു. ഓർക്കുക, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു, ഒത്തിരി പേര്
പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യുന്നു യുദ്ധം മൂലം. വലിയ വേദനയാണ്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, നമ്മുടെ വീട്, പരിസരം, സമൂഹം, അവയൊക്കെ വിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എത്രമാത്രമാണ് നമുക്കറിയാം. ഭയത്തോടെ പലതും എടുക്കാതെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഭീതിയോടെ യാത്ര ചെയ്യുന്ന വ്യക്തികൾ. ഒരുപക്ഷെ അവരുടെ കൈകളിൽ കൈക്കുഞ്ഞുങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സമ്പാദിച്ചതിൻ്റെ 100-1 അംശം മാത്രം കയ്യിലുണ്ടാവാം. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ജീവിതം ദൈവം തന്നതല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാമെന്ന പ്രതീക്ഷയോടെ പലായനം ചെയ്യുന്ന വ്യക്തികൾ. ഈ അവസരത്തിൽ നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുപിതാവേ, അവരുടെ കണ്ണുനീര് കണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി യേശുപിതാവിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വേദന ഉണ്ടായപ്പോൾ, ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ധൈര്യത്തോടെ ശാന്തതയോടെ അതിനെ നേരിട്ടു. നമുക്കറിയാം, ഒരു പുതിയ സ്ഥലത്തെത്തിക്കഴിയുമ്പം ജോലിയൊക്കെ അന്വേഷിക്കുക, കണ്ടെത്തുക, അപരിചിതനായ ഒരാൾക്കൊരാൾ ജോലി കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് യെഹൂദപിതാവ് മുമ്പോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്കറിയാം, കേരളത്തിൽ മിക്ക ആൾക്കാരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവരുടെയൊക്കെ ആദ്യകാല അനുഭവങ്ങൾ, ആദ്യകാല ജീവിതങ്ങൾ, അതിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ, അവരോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ അവിടുത്തെ ജീവിതമൊന്നും അവരൊക്കെ പോയ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. വലിയ പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും അവരൊക്കെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പതുക്കെ പതുക്കെ പിച്ചു വെച്ചാണ് ഈ ഒരു നിലയിൽ എത്തിയത്. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കുടുംബത്തിന് വേണ്ടി അന്യ ദേശങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്, ജോലി നോക്കുന്നവരുണ്ട്. അവരെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ തരുന്ന പണം കൊണ്ടാണ്, അവരുടെ കരുതൽ കൊണ്ടാണ് ഒരുപക്ഷെ നമ്മളിൽ പലരും ജീവിക്കുന്നത്. അതാ അവർക്ക് കൃപയും ശക്തിയും കൊടുക്കണമേ. ഔസപിതാവേ, അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ പറയാറുണ്ട്, അച്ചോ ഉറക്കം വരുന്നില്ല. കാരണം ഈ അബോധ മനസ്സിലും ഉബോധ മനസ്സിലും തളം കെട്ടിക്കിടക്കുന്ന ചിന്തകൾ. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചിലർ പറയും, കിടന്നാലങ്ങ് ഉറങ്ങും, 2 മണിക്കൂർ കഴിയുമ്പം എഴുന്നേൽക്കും. മറ്റു ചിലർക്കുള്ളൊരു ബുദ്ധിമുട്ട്, രാത്രിയുടെ യാമങ്ങളിൽ 2 മണിക്കോ 3 മണിക്കോ എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ കാരണങ്ങളൊന്നുമില്ല. എന്നാൽ ആഴങ്ങളിലേക്ക് അവരുമായി സംസാരിച്ച് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ജീവിതത്തിലെ തിക്ത അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ മനസ്സിൻ്റെ ഏതോ കോണിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. അത് ചില സമയത്ത് ഇങ്ങനെ ഉണർന്നു വരും. നമ്മളറിയാതെ ഈ ചിന്തകൾ ഉണർന്നു വരുമ്പം ഉറങ്ങുവാനായിട്ട് സാധിക്കത്തില്ല. വലിയ ആകുലതയിലൂടെ, അസ്വസ്ഥതയിലൂടെ, വിഴുപ്പ് ഭാണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ലൊരു ഉറക്കം ദൈവം തരുന്നുണ്ടെങ്കിൽ നന്ദി പറയാം. എന്നാൽ ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കടന്ന് നേരം വെളുപ്പിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോസേപ്പിതാവ് ജീവിതത്തിൽ സഹനങ്ങളെ, പ്രതിസന്ധികളെ സംയമനത്തോടെ നേരിട്ടില്ലേ? അതുപോലെ സംയമനത്തോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. എത്രയോ വിശിഷ്ടമായ വചനം. ചിലപ്പോഴൊക്കെ ധാരാളം വ്യക്തികൾ അടുക്കൽ വരാറുണ്ട്. ചില വ്യക്തികൾ പങ്കുവയ്ക്കാറുണ്ട്, അച്ചോ മാനസിക വ്യത മൂലം ഉറങ്ങാൻ പറ്റുന്നില്ല. ആ അവസരത്തിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യം കൊടുത്ത് ഞാൻ പറയും, രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുന്ന സമയത്ത്
നിങ്ങൾ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലേ, ആ കൊന്ത പതുക്കെ കയ്യിലെടുക്കുക. അങ്ങനെ ആ ഓരോ മണിയിലും കൊന്ത ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, ദൈവമേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നതെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സാവകാശം നമ്മൾ ഉറങ്ങുകയാണ്. കാരണം നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ദൈവത്തിങ്കിലേക്ക് ചലിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പം അബോധ മനസ്സിലും ഉബോധ മനസ്സിലുമൊക്കെ തളം കെട്ടിക്കിടക്കുന്ന വേദനകളും ദുഃഖങ്ങളുമൊക്കെ നാം അറിയാതെ പോകുന്നു. പിന്നെ വചനത്തിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ നിമിഷം യേശുപിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള രാത്രികൾ ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ വലിയ മനോവ്യതയിലൂടെ കടന്നു പോവുകയാണോ? തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അനിശ്ചിതത്വമാണ്. അതിനെ യേശുപിതാവ് അതിജീവിച്ചു. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഈ തീരുമാനമെടുത്താൽ എങ്ങനെയാകും, ഈ തീരുമാനത്തിലേക്ക് പോയാൽ അതെങ്ങനെയാകും, വലിയൊരു കൺഫ്യൂഷനായ അവസ്ഥ. ഈ സമയത്തും യേശുപിതാവ് ദൈവത്തിലേക്ക് ആശ്രയിച്ചു. നിശബ്ദതയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായി തയ്യാറായി. ടോക്കിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു, ഓരോ തൊഴിലിനും മഹത്വമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വീട്ടമ്മയുടെ ജോലിയാണ് ചെയ്യുന്നത്, ഒരു കർഷകനാണ്, ഒരു പിയൂണാണ്, അല്ലെങ്കിൽ ഭരണചക്രം തിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ ഓരോ തൊഴിലിനും മഹത്വമുണ്ട്. ഓരോ തൊഴിലും ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുപിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏൽപ്പിച്ച ദൗത്യം, ആ തൊഴിൽ കൊണ്ട് ആ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം നേടിയ വ്യക്തിയാണ് യേശുപിതാവ്. ഒരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ കണ്ടത് ഓർമ്മയുണ്ട്. യേശുപിതാവിൻ്റെ കൂടെ ബാലനായ ഈശോയും കാട്ടിലേക്ക് മരം ശേഖരിക്കുവാൻ പോവുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ബാലനായ ഈശോയുടെ കയ്യിലുമുണ്ട് ഒരു ചെറിയ മരക്കഷണം. അങ്ങനെ ആ കുടുംബത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, നസ്രത്തിലെ കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലുമാണ് ഈശോ വളർന്നു വന്നത്. അങ്ങനെ യേശുപിതാവിനെ സഹായിച്ച് പിതാവിൻ്റെ ദുഃഖത്തിലും പിതാവിൻ്റെ അധ്വാനത്തിലും ക്ലേശത്തിലുമെല്ലാം പങ്കുചേർന്നുകൊണ്ടാണ് ഈശോ ജീവിച്ചത്. അങ്ങനെയെങ്കിൽ കാൽവരി മലയിലേക്കുള്ള കുരിശുയാത്ര, ചെറുപ്പത്തിൽ ഈശോ മരക്കഷ്ണം ചുമന്നിട്ടുണ്ട്. അതെല്ലാം വലിയ ശക്തിയായിരുന്നു. ആ സഹനങ്ങളെയൊക്കെ നേരിടുവാനായിട്ട് ചെറുപ്പം മുതലേ ദൈവപിതാവ് ഈശോയെ ഒരുക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചെയ്യുന്ന ജോലി, അതെന്തായാലും നമ്മൾ അതൊന്നും മനസ്സിലാക്കാനായിട്ട്, നമുക്ക് അധികമൊന്നും അവരെ സഹായിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുവാൻ, അവരോടൊപ്പം ആ വേദനയിൽ അധ്വാനത്തിൽ പങ്കുചേരുവാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നമ്മിൽ ഉണ്ടാവുക. എൻ്റെ പപ്പ ഒരു കർഷകനാണ്. ഞാൻ ഓർക്കുന്നു, ചെറുപ്പകാലത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തി കഴിയുമ്പം പാലെടുക്കുവാൻ ഞാൻ എൻ്റെ പിതാവിനെ സഹായിക്കുമായിരുന്നു. റബ്ബർ ഷീറ്റ് അത് മെഷീനിൽ വെച്ച് അടിക്കുവാൻ, അതിൻ്റെ ചക്രങ്ങൾ കറക്കി കൊടുക്കുവാൻ സഹായിക്കുമായിരുന്നു. കശുവണ്ടിയും തേങ്ങയും അടക്കിയും ഒക്കെ അത് കളക്ട് ചെയ്ത് ചാക്കിലാക്കി വീട്ടിലെത്തിക്കുവാൻ സഹായിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ വീട്ടിലൊക്കെ പോകുന്ന ആ സമയത്ത് ആ കൃഷിസ്ഥലം സന്ദർശിക്കുവാനും ആ വേദനയും ആ കഷ്ടപ്പാടും അധ്വാനവുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും അതുപോലുള്ള വേദനയിലൂടെ കടന്നു വന്നവർ, അങ്ങനെയുള്ള അധ്വാനത്തിൻ്റെ കൈപ്പേറിയ കാഠിന്യവുമൊക്കെ മനസ്സിലാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആരും ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. കാരണം കുടുംബത്തിൻ്റെ വേദനയും കുടുംബത്തിൻ്റെ അധ്വാനത്തിലും മാതാപിതാക്കളുടെ അധ്വാനവും കഷ്ടപ്പാടുമൊക്കെ കണ്ടു വളർന്നവർക്ക് ജീവിതത്തിൽ എത്ര ഔന്നത്യങ്ങളെത്തിയാലും അത് മനസ്സിലുണ്ടാവും. അത് മനസ്സിലുണ്ടായി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയുള്ളൂ. അത് മാത്രമല്ല,
നല്ല ജീവിതത്തിൽ വലിയ ഔന്നത്യങ്ങളിലേക്ക്, ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ അടുത്തുള്ളവരെ, ആ വേദനിക്കുന്ന വ്യക്തികളെ കാണണമെങ്കിൽ ഇതുപോലുള്ള അധ്വാനത്തിലൂടെ, ഇതുപോലുള്ള വേദനകളിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതം മുറികളിൽ ഒതുങ്ങിക്കൂടുവാനുള്ളതല്ല. നമുക്കറിയാം, 1ഉം 2ഉം മക്കളൊക്കെയുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. പക്ഷേ അധ്വാനത്തിൻ്റെ മൂല്യം, അതിൻ്റെ ശ്രേഷ്ഠത, ഭാവനത മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയമാണ് മാതാപിതാക്കൾ നേടുന്നത്. യേശുപിതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മൗനം ശക്തിയായി വന്ന ഒരു ജീവിതമാണ്. നമുക്കറിയാം, സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ യേശുപിതാവ് സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. തീരുമാനമെടുത്തു എന്നതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുള്ളൂ. എല്ലാം മൗനത്തിലൂടെ, നിശബ്ദതയിലൂടെ എടുത്ത തീരുമാനങ്ങൾ. നമ്മുടെ ചുറ്റും ബഹളമയമാണ്, ചുറ്റും ആരവങ്ങളാണ്. ഇനി നമ്മുടെയൊക്കെ മനസ്സ്, നമ്മൾ നിശബ്ദമായി ഇരുന്നാലും ചിന്തകൾ കൊണ്ട് എപ്പോഴും ബഹളമയമാണ്. കാരണം മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ നിയന്ത്രണം നമുക്കാർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുമ്പം മനസ്സെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസ്വസ്ഥമാകുന്ന നിമിഷത്തിൽ യേശുപിതാവിലേക്ക് നമുക്കൊന്ന് തിരിയാം. യേശുപിതാവ് എങ്ങനെയാണ് അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ ജീവിതത്തെ നേരിട്ടത്? നമുക്ക് ആ പിതാവിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളൊക്കെ ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ അവിടെയാണ് വലിപ്പമുള്ളത്. എനിക്കറിയാം, ഒരു കുടുംബം, ഭർത്താവ് ലോയറാണ്, ഭാര്യ ഒരു പ്രൊഫസറാണ്, മക്കൾ പഠിക്കുന്നു. രാവിലെ അവർ കോർട്ടിലേക്കും അല്ലെങ്കിൽ കോളേജിലേക്കും പോകുന്നതിന് മുൻപ് അവരൊരുമിച്ച് അന്നത്തെ എല്ലാ ഉദ്യമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ 4 പേരും 4 വഴിയെ തിരിയുന്നു. വൈകുന്നേരം തിരിച്ചെത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ അന്നത്തെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. എത്ര ശക്തിയാണ് ആ കുടുംബം! അവർ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു പോകുന്നു, തിരിച്ചു വരുമ്പം അതൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഒരാളുടെ വേദനയിൽ മറ്റേയാൾ പങ്കുചേരുന്നു. കൂടുതൽ കൂടുതൽ കുടുംബാംഗങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ജീവിതമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അധ്വാനിച്ച് കഷ്ടപ്പെടുവാനുള്ളതല്ല, മറിച്ച് കൂട്ടായ ഉത്തരവാദിത്തത്തോടെ കഷ്ടപ്പെടുവാൻ, അധ്വാനിക്കുവാനുള്ളതാണ്. ശ്രമിക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം. യേശുപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും നിലകൊണ്ടു. ആശാരിപ്പണി ചെയ്ത് ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ചില വ്യക്തികളെ. ഒരു സഹോദരി പങ്കുവെച്ചത് പ്രകാരമാണ്. അച്ചോ, എനിക്ക് താഴെയുള്ള 4 പേരുണ്ട്. ആ 4 പേരുടെയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തു. എന്നെ മാതാപിതാക്കൾ നന്നായി പഠിപ്പിച്ചു, നല്ല ജോലിയിലേക്ക് കയറി. പക്ഷേ മാതാപിതാക്കൾ പെട്ടെന്ന് മരിച്ചുപോയി. എനിക്ക് താഴെയുള്ള 4 പേരുടെയും കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ എനിക്കെൻ്റെ കാര്യം ശ്രദ്ധിക്കുവാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഞാൻ വാർദ്ധക്യത്തിലേക്കെത്തി. പക്ഷേ ഇന്നെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ അനുജന്മാർ, അനുജത്തിമാർ എന്നെ പൊന്നുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം മറന്ന് മാറ്റിവെക്കുന്ന ജീവിതങ്ങൾ ഇന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ എത്രമാത്രം നമുക്ക് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ സാധിച്ചു? അതെയോ നമ്മുടേതായ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ നോക്കാതെ അങ്ങനെ സഞ്ചരിക്കുന്ന വ്യക്തികളുമല്ലേ നമ്മുടെ ചുറ്റുപാടും? ഇവിടെ യേശുപിതാവ് ഒരു മാതൃകയായി നിലകൊള്ളുന്നു. തൊഴിലാളികൾക്ക് നമ്മൾ ആദരം, ബഹുമാനം നൽകണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ കൂടുതലും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ബംഗാളിൽ നിന്ന് വരുന്നവരും തമിഴരൊക്കെയാണ്.
അവരെയൊക്കെ നമ്മളൊന്ന് ബഹുമാനിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജോലി ചെയ്യുന്ന ഏതാനും വ്യക്തികളെ കാണുവാനിടയായി. അവരുമായി കുറച്ച് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരുടെ നാടിനെക്കുറിച്ച്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച്, ഇവിടെ വന്നപ്പം അവർക്ക് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അവരെങ്ങനെയാണ് ആ വീട്ടിൽ ചെലവഴിക്കുന്നത്, ആ കുടുംബത്തെ പരിപാലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് അവരോട് വലിയൊരു ആദരവും ബഹുമാനവും തോന്നി. ഓർക്കുക, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഗണം ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെയൊരു പദവിയിൽ, നമ്മളായിരിക്കുന്ന പദവിയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ കഴിവുകൾ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവകരുണയിൽ ആശ്രയിക്കണം. ഇന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഞങ്ങൾ ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ യോസേപ്പ് പിതാവിനെ പോലെ സമചിത്തതയോടെ ജീവിതത്തെ നേരിടുവാൻ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ആ അധ്വാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, ദൈവമേ അങ്ങിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.